നമസ്കാരം. നമ്മളിന്ന് ഒഴിവിലൊടുക്കത്തിൻ്റെ 119, 120 ശ്ലോകം അല്ലെങ്കിൽ വെൺപായാണ് ഇന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വിളക്കിലെ തിരി കത്തി എരിയുന്നത് പോലെ എരിഞ്ഞ് ആ തിരിയും കൂടി എരിഞ്ഞ് ഇല്ലാതാകുന്നത് പോലെ ജീവബോധം ബ്രഹ്മത്തിൽ എരിഞ്ഞടങ്ങണം എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ എങ്ങനെയാണോ ഈ ജീവബോധത്തെ കളഞ്ഞ് ആനന്ദമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഊന്നി നിൽക്കാൻ കഴിയുന്നത്, എങ്ങനെയാണോ ഈ യോഗികൾ പലതരത്തിലുള്ള സൃഷ്ടികളെ ചെയ്തിട്ട് തൻ്റെ ജീവബോധം കളയാതിരിക്കുകയാണെങ്കിൽ അത് വീണ്ടും അവർക്കെങ്ങനെ പിറപ്പിന് ജന്മത്തിന് കാരണമായി തീരുന്നത് എങ്ങനെയാണോ, അതിനെക്കുറിച്ചെല്ലാം ഈ വെൺപാകിൽ നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, ഈ ഒഴിവിലൊടുക്കം വന്ന ഗ്രന്ഥം മഹാജ്ഞാനിയായ കണ്ണുടയ വെള്ളലാർ എഴുതിയതാണ്. അദ്ദേഹം മഹാത്മാവായ തിരുജ്ഞാന സംബന്ധരുടെ ശിഷ്യരായിരുന്നു. എന്നാൽ ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമല്ലായിരുന്നു. ശ്രീനാരായണ ഗുരു ഒരു ദിവസം ദീർഘദൂരം വള്ളത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഗ്രന്ഥത്തെ തൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരായ മറവൂർ ഭാസ്കരൻ നായർ തുടങ്ങിയവർക്ക് ഉപദേശിക്കുകയും അവരിത് കുറിച്ചെടുക്കുകയും അങ്ങനെ ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമായി തീരുകയും ചെയ്തു. നമുക്ക് ആദ്യം ഈ വെൺപ ഒന്ന് നോക്കാം, അതിനുശേഷം ഇതിൻ്റെ അർത്ഥത്തെ ചിന്തിക്കാം. അറിന്തതെല്ലാം പൊയ്യൻ്റെ അദ്വതീയാർക്കും വെറും പാഴിലൂണ്ടൽ വിടാത് പിറന്തിറപ്പെയ്യാനാൽ ഉനതൊഴിവ് ആനന്ദമാമുദിപ്പും പോനാൽ കാൺ ഉൻപിറപ്പും പോം. അറിന്തതെല്ലാം പൊയ് എൻ്റെ. ഇപ്പം അറിയപ്പെടുന്ന വസ്തുക്കളെല്ലാം പൊയ്, മിഥ്യാവസ്തുക്കളാണ്, മായയാണ്. അദ്വൈതിയാർക്കും, അങ്ങനെ ചിന്തിക്കുന്ന അദ്വൈതികളായിരിക്കുന്ന ആൾക്കാർക്കും വെറും പാഴിൽ ഊன்றൽ വിടാതെ തൻ്റെ ജീവബോധത്തെ വിടാതിരിക്കുകയാണെങ്കിൽ പിറന്തിറപ്പൈ, ഈ ജനനമരണ സംസാര ചക്രത്തിൽ നിന്ന് അവർ മുക്തരാകുന്നില്ല. ஆனால் ഉനതൊഴിവ്, ആ ജീവബോധത്തെയും കളഞ്ഞ് അതിനെയും ഉപേക്ഷിച്ച് ആനന്ദമാമുദിപ്പും പോനാൽ, ആനന്ദത്തെ ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള അവസ്ഥയും കടന്ന് ആ ത്രിപുടി നശിച്ചിരിക്കുന്ന ബ്രഹ്മ അനുഭവത്തെ നേടിയാൽ ഉൻ പിറപ്പും പോവും. നിൻ്റെ ജനനമരണ ദോഷം, ഇനിയൊരു ജന്മം ഉണ്ടാകുക, വീണ്ടും ജനിക്കുക എന്നുള്ള നിൻ്റെ ദോഷം അതോടുകൂടി മാറിക്കിട്ടും. അറിന്തതെല്ലാം പൊയ്യ്, അതായത് അറിയപ്പെടുന്നത്, അറിയുന്നവനും അറിയപ്പെടുന്നതും, അറിയുന്നവൻ സബ്ജക്റ്റും അറിയപ്പെടുന്നത് ഓബ്ജക്റ്റും, വിഷയിയും വിഷയവും. ഇപ്പോൾ വിഷയമായിരിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ അനിത്യമാണ്, അത് പൊയ്യാണ്, അത് മായയാണ്, അതില്ലാത്തതാണ്, അത് ജഡമാണ്. അപ്പം അങ്ങനെ അതിനെ തിരിച്ചറിഞ്ഞ് അദ്വിതീയാർക്കും, വേദാന്തികൾ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് ഉറപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഈ ജഗത്ത് മിഥ്യയാണെന്ന് ഉറപ്പിക്കുന്ന അവസരത്തിലും അവർക്ക് പലർക്കും ഞാൻ എന്നുള്ള ഭാവം നിലനിൽക്കാം. അങ്ങനെ തൻ്റെ ജീവബോധം, അഹങ്കാരം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഈ പിറന്തറിപ്പ്, നമ്മുടെ അനുഭവം ഉണ്ടാകത്തില്ല. അപ്പോൾ അറിന്തതെല്ലാം പൊയ്, ഈ അറിയപ്പെടുന്ന വസ്തുക്കളെല്ലാം മായയാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ആ മായ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ദർശനമാലയിലെ
മായാവാദത്തിൻ്റെ ആ ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. ന വിദ്യതേ യാസാ മായ വിദ്യാ അവിദ്യാ പരാപര തമപ്രധാനം പ്രകൃതിർ ബഹുധാ സൈവ ഭാസത്തെ. ന വിദ്യതേ, യാതൊന്നാണോ ഇല്ലാത്തത്, യാതൊന്നിനാണോ കഥയില്ലാത്തത്. യാസമായ, അതാണ് മായ. നമ്മൾ കേട്ടിട്ടില്ല, അഘടിത ഘടനാപടീയസി മായ. ഇല്ലാത്ത എന്തിനേയും ഉണ്ടാക്കി കാണിക്കുന്നതാണ് മായ. വിദ്യാ അവിദ്യാ പരാപര തമ പ്രധാനം പ്രകൃതിർ ബഹുധാ സൈവ ഭാസത്തെ. അതിനെ പല പേരുകളിൽ ആൾക്കാർ വിളിക്കുന്നു. ചിലർ വിദ്യ എന്ന് വിളിക്കും, ചിലർ അവിദ്യ എന്ന് വിളിക്കും, ചിലർ പര അപര തമ പ്രധാനം പ്രകൃതി, അങ്ങനെ പല പേരുകളിലാണ് ഈ മായയെ പലരും വിളിക്കുന്നത്. നമ്മൾ കണ്ടില്ലേ, പരാശക്തി, അപരാപ്രകൃതി, പ്രകൃതി, പ്രധാനം, തമസ്. അപ്പം അങ്ങനെ പല പേരുകളിൽ ഈ മായയെ ആൾക്കാർ വിവക്ഷിക്കും. അപ്പോൾ എന്താണ് ആ മായയുടെ സ്വരൂപം, അതെങ്ങനെയാണ്, അതില്ലാത്തതാണെന്ന് പറഞ്ഞു നമ്മൾ, അതെങ്ങനെയുള്ളതാണെന്ന് പറയുകയാണ്. പ്രാഗുത്പത്തേർ യഥാഭാവോ മൃദേവ ബ്രഹ്മണപൃഥക് ന വിദ്യതേ ബ്രഹ്മഹി യാസാ മായ അമേയ വൈഭവ. അപ്പോൾ പ്രാഗുത്പത്തേർ യഥാഭാവോ, ഈ ഒരു കുടത്തിൻ്റെ ഉദാഹരണം വെച്ചുകൊണ്ട് പറയാണ്. കളിമണ്ണിൽ നിന്ന് കുടമുണ്ടായി. അപ്പോൾ കുടമുണ്ടാവുന്നതിന് മുമ്പ് ആ കുടം എന്തായിരുന്നു? കളിമണ്ണായിരുന്നു. അപ്പോൾ കുടമുണ്ടാവുന്നതിന് മുമ്പ് കുടത്തിന് ഒരില്ലായ്മ ഉണ്ടായിരുന്നു, അഭാവം. ആ ഇല്ലായ്മയ്ക്കാണ് പ്രാഗഭാവം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ശാസ്ത്രത്തിൽ പലതരത്തിലുള്ള അഭാവങ്ങളുണ്ട്. പ്രാഗഭാവം, പ്രധ്വംസാഭാവം, അന്യോന്യാഭാവം, അത്യന്താഭാവം. ഇവിടെ നമ്മൾ പ്രാഗഭാവത്തെയാണ് എടുക്കുന്നത്. അതായത് ഒരു വസ്തു ഉണ്ടാവുന്നതിന് മുമ്പ് ആ വസ്തു ഇല്ലായിരുന്നു. ആ അഭാവത്തെയാണ് പ്രാഗഭാവം എന്ന് പറയുന്നത്. അപ്പോൾ കളിമണ്ണിൽ നിന്ന് കുടമുണ്ടാകുന്നതിന് മുമ്പ് ആ കുടത്തിൻ്റെ അഭാവം പ്രാഗഭാവം. ആ കുടം കളിമണ്ണായിട്ടിരുന്നു. അപ്പോൾ കുടത്തിൻ്റെ പ്രാഗഭാവം എന്ന് പറയുന്നത് കളിമണ്ണാണ്. അപ്പോൾ കുടം എന്ന് പറയുന്നത് വെറും ഒരു പേര്, തോന്നൽ. യഥാർത്ഥത്തിൽ കളിമണ്ണിൻ്റെ പ്രാഗഭാവം, കുടത്തിൻ്റെ പ്രാഗഭാവം കളിമണ്ണാണ്. അതുപോലെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. അപ്പം നമ്മളെന്താണ് ഇതിന് മുമ്പ് എന്തായിരുന്നു? അപ്പോൾ ഉപനിഷത്ത് പറയും സദൈവ സൗമ്യേതമഗ്രാസീത്, ഇത് സത്തായിരുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള അഭാവം. അപ്പോൾ ആ അഭാവം എവിടെയായിരുന്നു? സത്തായിട്ടാണ്, ബ്രഹ്മത്തിലാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അതിൻ്റെ ഭാവം എന്ന് പറയുന്നത് സത്ത് അല്ലെങ്കിൽ ബ്രഹ്മമാണ്. അപ്പോൾ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന വെറൊരു പേരല്ലെങ്കിൽ വികാരമാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ല. ന വിദ്യതേ ബ്രഹ്മഹി, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. പക്ഷേ ആ മായ അമേയ വൈഭവ, അമേയമായ വൈഭവത്തോട് കൂടിയതാണ് ഈ മായ. പലതിനെയും സൃഷ്ടിച്ച് കാണിക്കാനായിട്ട് ഇതിന് കഴിവുണ്ട്. അനാത്മാ ന സദാത്മാ സദിതി വിദ്യോതതേയ സാ വിദ്യേയം യഥാ രജ്ജു സർപ്പതത്വാവധാരണം. അനാത്മാ ന സത്, നമ്മൾ ആത്മാവായിട്ടും അനാത്മാവായിട്ടും വേർതിരിച്ച് മനസ്സിലാക്കുമ്പോൾ അനാത്മാവ് ന സത് ഉള്ളതല്ല,
ഇനി ആത്മാ സത് ഇതി, ആത്മാവ് ഉള്ളതാണ്. വിദ്യോതതേയാസ വിദ്യേയം, അതിനെയാണ് വിദ്യ എന്ന് പറയുന്നത്. ഏതുപോലെ രജ്ജു സർപ്പതത്വാവധാരണം. രജ്ജു സർപ്പത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ രജ്ജു എന്ന് പറയുന്നത് ഉള്ളതും സത്തും, അതിൽ കാണുന്ന സർപ്പം എന്ന് പറയുന്നത് ഇല്ലാത്തതും അസത്തുമാണ്. അങ്ങനെ സദസത് വിവേചനം നമ്മൾ ചെയ്തിട്ട് മായ എന്ന് പറയുന്നത് ഇല്ലാത്ത വസ്തുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതാണ് അറിന്തതെല്ലാം പൊയ്യ്, അറിയപ്പെടുന്നതെല്ലാം മായാവസ്തുക്കളാണ്, അത് പൊയ്യാണെന്ന് തള്ളിക്കളഞ്ഞിട്ട് ആ ജീവഭാവത്തെയും തള്ളി ആനന്ദ അനുഭവിക്കുന്നു എന്നുള്ള ഭാവത്തെയും കളഞ്ഞ് ഉൻ പിറപ്പും പോവും. ബ്രഹ്മാനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ പിറപ്പും നഷ്ടപ്പെടുന്നു. അറിവുക്കറിവായി അഖണ്ഡമായി നിன்ற നിറവേ കുറവേ നിனைந்து മറവയമായി താമേ ശിവത്തെ പടൈത്തഴിപ്പാർത്തൻ ദോഷം പോമാറിലൈ പിറപ്പേൻ പോം. അറിവുക്കറിവായി, അറിവിനെ അറിയിക്കുന്ന അറിവായി, അഖണ്ഡമായി, യാതൊരു ഡിവിഷൻസും ഇല്ലാതെ ഇരിക്കുന്ന നിറവൈ കുറവേ നിനന്ത്, അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആനന്ദസ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ മറവയമായി, അതിനെ നീ എന്ത് ചെയ്യുന്നു? യോഗികളുടെ കാര്യം പറയാണ്. അതിനെ മറച്ചിട്ട് താമേ ശിവത്തെ പടയിത്തഴിപ്പാർ, ഓരോ ചക്രാങ്ങളിൽ ധ്യാനിച്ച് ഓരോ ഈശ്വരന്മാരെ സൃഷ്ടിക്കുകയും അഴിക്കുകയും, പടയിത്ത് അഴിപ്പാർ, അതിനെ ധ്യാനിച്ച് ഇന്ന രൂപത്തെ ധ്യാനിച്ച് ഒരു ദേവതാ രൂപത്തെ സൃഷ്ടിച്ച് അതിനെ അഴിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ തോടം, തൻ്റെ ദോഷം എന്ന് വെച്ചാൽ സത്യത്തെ അറിയുന്നില്ല, ഭ്രമിച്ചു പോകുന്നു. ഇങ്ങനെ പല കാഴ്ചകളിൽ ഭ്രമിച്ച് പോമാറിലൈ പിറപ്പേൻ പോവും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിൻ്റെ പിറപ്പ് നിനക്ക് എപ്പോൾ ഒഴിവാക്കാൻ പറ്റും? കാരണം സത്യാനുഭവം കൊണ്ട് ത്രിപുടിയെ നശിപ്പിച്ച് ബ്രഹ്മാനുഭവം ഉണ്ടായാൽ മാത്രമേ പിറപ്പഴിയത്തുള്ളൂ. അതിന് പകരം ഇങ്ങനെ പല ഈശ്വരന്മാരെയൊക്കെ സൃഷ്ടിച്ച് അവരെ അനുഭവിച്ച് അവർ തരുന്ന ഭോഗങ്ങളിലൊക്കെ അനുഭവിച്ച് ഇരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിൻ്റെ പിറപ്പ് അഴിയാൻ പോകുന്നത്? ഇനിയിപ്പോൾ മഹാജ്ഞാനി മഹായോഗിയായിരിക്കുന്ന ഒരാളിൻ്റെ അവസ്ഥയാണെങ്കിൽ പോലും ഈ അനുഭവം വന്നില്ലെങ്കിൽ, ഈ ബ്രഹ്മാനുഭവത്തെ നേടാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്കും വീണ്ടും ജന്മമുണ്ടാകും. നമ്മൾ അദ്വൈത ദീപികയിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ആത്മാവിലില്ലയൊരഹങ്കൃതി യോഗി പോലെ തന്മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു, യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ചു വിഹരിച്ചിടുമിങ്ങു യോഗി. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കാണിക്കാനാണ്. അതായത് എങ്ങനെയാണ് ഈ ആത്മാവിൽ അനേകം അഹങ്കൃതികളുണ്ടായിരിക്കുന്നത്. അത് മായ കൊണ്ട് ഇങ്ങനെ അനേകം അഹങ്കൃതികളുണ്ടായിട്ട് ആൾക്കാരിങ്ങനെ ഓരോരോ ലോകങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉദാഹരണം കാട്ടിയിരിക്കുന്നത് യോഗസ്ഥനായി നിൽക്കുന്ന ഒരു യോഗി തൻ്റെ യോഗ നിലയിൽ നിന്ന് തെറ്റാതെ കായവ്യൂഹം ധരിച്ച് അനേക ശരീരങ്ങളെ സൃഷ്ടിച്ച്, ഒരു ശരീരത്തെ വേണമെങ്കിൽ ഹിമാലയത്തിൽ പറഞ്ഞയക്കാം, ഒരു ശരീരത്തെ നാടകശാലയിലോട്ട് പറഞ്ഞയക്കാം, ഒരു ശരീരത്തെ എന്തെങ്കിലും സോഷ്യൽ വർക്കിന് പറഞ്ഞയക്കാം, ഒരു ശരീരത്തെ വേണമെങ്കിൽ ഭോഗത്തിനായിട്ട് എൻജോയ്മെൻറ്റ്സിനായിട്ട് പറഞ്ഞയക്കാം. അങ്ങനെ പല രീതിയിൽ. പക്ഷേ യഥാർത്ഥ യോഗി ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ യോഗശക്തി കൊണ്ട് അനേകം ശരീരങ്ങളെ എടുത്ത് പല കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാനായിട്ട് അത്രയും ശക്തിയുള്ള യോഗികൾക്ക് പറ്റും. ധരിച്ചു വിഹരിച്ചിടുമ മിങ്ങു യോഗി, അങ്ങനെയുള്ള യോഗികൾക്ക് അത് സാധ്യമാണ്.
അപ്പം അങ്ങനെയുള്ള യോഗികളാണെങ്കിൽ പോലും പോമാറിലൈ പിറപ്പേൻ, പിറപ്പ് പോകത്തില്ല. ഈ സത്യം അറിഞ്ഞ് അറിവുക്കറിവായി അഖണ്ഡമായി നിറവൈ കുറവേ, നിന്റെ അഖണ്ഡമായിരിക്കുന്ന ആനന്ദസ്വരൂപമായിരിക്കുന്ന അകവും പുറവും നിറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മത്തെ അറിയാതെ എന്ത് വലിയ യോഗശക്തികളിൽ നീ പ്രവർത്തിച്ചാലും പിറപ്പേയൻ പോവും, നിന്റെ പിറപ്പ് എങ്ങനെ പോകും? അതുകൊണ്ട് ഈ ത്രിപുടിയെ നശിപ്പിച്ച് ഈ ആത്മാനുഭവത്തെ നേടുവാനായിട്ട് ഈ വെൺപ നമ്മെ ഉപദേശിക്കുന്നു.